എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 32ാമത്തെ സർഗത്തിലെ 20 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈ 25ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് ഈ സർഗവും തീരുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയ കഥ എന്ന് പറഞ്ഞാൽ, ഭഗീരഥൻ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ആവശ്യപ്പെടുകയാണ് ഗംഗയെ ഭൂമിയിലേക്കും പിന്നെ പാതാള ലോകത്തിലേക്കും കൊണ്ടു ചെന്നിട്ട് ഇളയച്ഛന്മാർക്ക് പിണ്ടം വയ്ക്കണം, പിണ്ടം വെച്ചിട്ട് അവർക്ക് മോക്ഷം കിട്ടണം എന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. അതോടൊപ്പം തന്നെ മറ്റു ചില ആവശ്യങ്ങൾ കൂടി ഭഗീരഥൻ ബ്രഹ്മാവിനോട് പറയുകയാണ്. അതാണ് ഇന്ന് തുടങ്ങുന്നത്. നമുക്ക് 20ാമത്തെ ശ്ലോകം നോക്കാം. ദേവയാചേഹ സന്തത്യൈ നാവസീദേത് കുലം ച നഃ ഇക്ഷ്വാകൂണാം കുലേ ദേവ ഏഷമേസ്തു വരഃപരഃ. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് സഗരപുത്രന്മാർക്ക് മോക്ഷം കിട്ടണം എന്നുള്ളൊരാവശ്യമാണല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഭഗീരഥൻ സ്വന്തം ഒരാവശ്യം പറയാണ്, തനിക്ക് മക്കളില്ല, അപ്പോൾ മക്കൾ കൂടി ഉണ്ടാവണം എന്നുള്ളൊരു അനുഗ്രഹം അതുകൂടി ബ്രഹ്മാവിനോട് യാചിക്കുകയാണ്. അതാണ് ദേവയാചേഹ സന്തത്യൈ. അല്ലയോ ബ്രഹ്മദേവ, അഹം യാചയെ, ഞാൻ അങ്ങയോട് യാചിക്കുകയാണ്. എന്താ യാചിക്കുന്നത്? സന്തത്യൈ, സന്തതികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നല്ല സന്തതികൾ, സന്തതി പരമ്പരകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഞാൻ എന്നോട് കൂടിയിട്ട് ഈ വംശം കുറ്റിയേറ്റ് പോകരുതല്ലോ, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സന്തതി പരമ്പരകൾ ഉണ്ടാകാൻ, എന്നെ തുടർന്നും ഇവിടെ രാജാക്കന്മാരുണ്ടാവാനുള്ള വരം തരണം. നാവസീതേത് കുലം ച നഃ കുലം ന അവസീതേത്, ഞങ്ങളുടെ കുലം കുറ്റിയേറ്റു പോകരുതേ, എന്നോട് കൂടിയിട്ട് ഈ വംശം തന്നെ, സകരന്മാരുടെ വംശം തീർന്നു പോകരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇക്ഷ്വാകൂണാം കുലേ ദേവ ഏഷമേസ്തു വരഃപര. അത് ഇക്ഷ്വാകു കുലം തന്നെയാണ്. അതായത് അത് സൂര്യനിൽ നിന്ന് ഉദ്ഭവിച്ച കുലം തന്നെയാണ്. ഇക്ഷ്വാകുവിൻ്റെ കുലത്തിന് കുറേ കാലം ആ പേര് തന്നെയായിരുന്നു. അതിനുശേഷമാണ് ദിലീപൻ എന്ന് പറഞ്ഞ, ഇപ്പോൾ പറഞ്ഞ ദിലീപനല്ല, പിന്നീട് വന്നൊരു ദിലീപൻ മഹാരാജാവ് ഉണ്ടായത്. ആ ദിലീപൻ്റെ പുത്രനായിട്ടാണ് പിന്നെ രഘു വരുന്നത്. ആ രഘുവിൻ്റെ കഴിവും പ്രതാപവും പ്രാഗൽഭ്യവും ഒക്കെ കാരണമാണ് പിന്നെ ആ വംശത്തിന് രഘുവംശം എന്ന് പേര് വരുന്നത്. അപ്പോൾ സൂര്യവംശവും ഇക്ഷ്വാകുവംശവും രഘുവംശവും ഒക്കെ ഒരേ വംശങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയാണ്, ഭഗീരഥൻ യാചിക്കുകയാണ്, ഇക്ഷ്വാകൂണാം കുലേ, ഇക്ഷ്വാകു വംശത്തിൻ്റെ കുലം അല്ലെങ്കിൽ ഇക്ഷ്വാകു മുതലായിട്ടുള്ള അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ടുള്ളതായ കുലത്തിന് ഹാനി ഉണ്ടാവരുത്, നാശമുണ്ടാവരുത്. അല്ലയോ ദേവ, ഏഷമേ അസ്തു വരഹ പരഹ, ഏഷമേ പരഹ വരഹ അസ്തു. ഇങ്ങനെ ഒരു വലിയ വരം കൂടി അങ്ങ് എനിക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ വരം എന്ന് പറയുന്നത് സകരപുത്രന്മാർക്ക് ശാന്തി കിട്ടുന്നതായിട്ടുള്ള വരം. രണ്ടാമത്തേത് എനിക്കൊരു സന്തതി ഉണ്ടാകണം എന്നുള്ള വരം. അതും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു വരമാണ്, അനുഗ്രഹിച്ച് നൽകണം എന്ന് പറയാണ്. അപ്പോൾ അതിനുശേഷം എന്താണ് ഉണ്ടായത് നോക്കാം. 21ാമത്തെ ശ്ലോകം നോക്കാം. ഉക്തവാക്യം തു രാജാനം സർവലോക പിതാമഹ പ്രത്യുവാച ശുഭാം വാണീം മധുരാം മധുരാക്ഷരാം. അടുത്ത ശ്ലോകം കൂടി ചൊല്ലാം. മനോരഥോ മഹാനേഷ ഭഗീരഥ മഹാരഥ ഏവം ഭവതു ഭദ്രം തേ ഇക്ഷ്വാകുകുലവർദ്ധന. ഉക്തവാക്യം രാജാനം, ഇപ്രകാരം പറഞ്ഞ ആ രാജാവിനെ, അതായത് ബ്രഹ്മദേവനോട് ആവശ്യപ്പെട്ടുല്ലോ തൻ്റെ പ്രധാനപ്പെട്ട 2 വരങ്ങൾ തനിക്ക് വേണമെന്നുള്ളത്. അത് കേട്ട ഉടനെ തന്നെ അത് പറഞ്ഞ മഹാരാജാവായിട്ടുള്ള ഭഗീരഥനെ നോക്കിക്കൊണ്ട് സർവലോക പിതാമഹ, സർവലോകത്തിനും പിതാമഹനായിട്ടുള്ള ആ ബ്രഹ്മദേവൻ മധുരാം മധുരാക്ഷരാം ശുഭാം വാണിയും പ്രത്യുവാച, വളരെ മധുരമായ, വളരെ കേൾക്കാൻ ഇമ്പമുള്ളതായ അക്ഷരങ്ങളോടുകൂടിയ സാന്ത്വനിപ്പിക്കുന്നതായ നല്ല വാക്കുകൾ, ശുഭാവാണി എന്ന് പറഞ്ഞാൽ മംഗളകരങ്ങളായിട്ടുള്ള വാക്കുകൾ മറുപടിയായിട്ട് പറഞ്ഞു. ആ മറുപടിയുടെ ആ സ്വഭാവം കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, എല്ലാം വളരെ അനുകൂലമായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മറുപടിയാണ് ബ്രഹ്മദേവൻ ഭഗീരഥനോട് പറഞ്ഞത്. അതാണ് മനോരഥോ മഹാനേഷ ഭഗീരഥ മഹാരഥ. ഭഗീരഥനെ വിളിക്കുകയാണ്, അല്ലയോ ഭഗീരഥ, അല്ലയോ മഹാരഥ,
അങ്ങയുടെ മനോരഥമുണ്ടല്ലോ, അങ്ങയുടെ ആഗ്രഹം എന്ന് പറയുന്നത് അത് മഹാൻ, ഏഷ മഹാൻ മനോരഥ. അങ്ങയുടെ ഉള്ളിലെ ചിന്തകൾ, അങ്ങയുടെ മനോരഥം എന്ന് പറയുന്നത് വളരെ മഹത്തായിട്ടുള്ള ഒന്നാണ്. അങ്ങക്ക് ഏറ്റവും വലിയ മോഹം അങ്ങക്ക് പുത്രൻ ഉണ്ടാവണമെന്ന് തന്നെയാവും. പക്ഷേ ആദ്യം ചോദിച്ചത് അതല്ല, തൻ്റെ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യണം എന്നുള്ളൊരു മോഹമാണല്ലോ. അതിങ്ങനെ ആയാൽ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണോ മക്കൾ ഇല്ലാതെ പോകുന്നത് എന്നുള്ള ഒരു ആശങ്ക കൂടി ഉള്ളത് കൊണ്ടായിരിക്കാം ആദ്യം തന്നെ പിതൃ തർപ്പണം ചെയ്യണം, അതിന് വഴിയൊരുക്കി തരണമെന്ന് ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടത്. അത് കേട്ട ബ്രഹ്മാവിന് വളരെയധികം സന്തോഷമായി. അങ്ങനെയാണ് വളരെ മധുരമായിട്ടുള്ള മറുപടിയിൽ ഇങ്ങനെ പറഞ്ഞത്, അല്ലയോ ഭഗീരഥ മഹാരഥ. മഹാരഥ ശ്രേഷ്ഠനായിട്ടുള്ള ആള്, രഥങ്ങളെ നയിക്കാനുള്ള കഴിവുള്ള ആള് എന്നുള്ള അർത്ഥത്തിലാണ്. വളരെയധികം ഒരേ സമയം അനവധി രഥങ്ങളെ നയിക്കാൻ കഴിവുള്ള ആൾക്കാരെയാണ് മഹാരഥനെന്നും അതുപോലെ തന്നെ അതിരഥനെന്നും ദശരഥനെന്നൊക്കെ വിളിക്കാറുള്ളത്. അപ്പോൾ ഈ വംശത്തിലുള്ളവരൊക്കെ അത്രയ്ക്ക് പ്രഗത്ഭന്മാരാണെന്ന് അർത്ഥം. അതുകൊണ്ട് തന്നെയാണല്ലോ നേമി എന്നു പേരുള്ള മഹാരാജാവിന് പിന്നീട് ദശരഥൻ എന്ന് പേര് വന്നത്. എന്നിട്ട് പറയാണ്, ഏവം ഭവതു ഭദ്രം തേ, അങ്ങനെ തന്നെ ആവട്ടെ. ഭഗീരഥ, നീ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അതുപോലെയൊക്കെ സംഭവിക്കട്ടെ. ഇക്ഷ്വാകു കുലവർദ്ധന തേ ഏവം ഭദ്രം ഭവതു. ഇക്ഷ്വാകുവിൻ്റെ കുലത്തിന് വർധനവുണ്ടാക്കുന്നവനെ, അതെല്ലാ കാര്യത്തിലും പ്രശസ്തി യശസ് കൊണ്ട് വർധനവുണ്ടാക്കി ഇനി നിന്നെ തുടർന്നും ഇവിടെ സന്തതി പരമ്പരകൾ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ആ വാക്ക്. ഇക്ഷ്വാകു കുലവർദ്ധന, നിനക്ക് മംഗളങ്ങൾ സംഭവിക്കട്ടെ, നീ എന്താണോ ആഗ്രഹിച്ചത് അതുപോലെയൊക്കെ നടക്കട്ടെ എന്ന് ബ്രഹ്മദേവൻ ഭഗീരഥന് അനുഗ്രഹം കൊടുത്തു. എന്നിട്ട് പറയാണ്, എങ്ങനെയാണ് പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടേണ്ടത്, അതിന് ഗംഗയെ എങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെയാണ് പറയണത്. അതാണ് 23-ാമത്തെ ശ്ലോകത്തിൽ. ഇയം ഹൈമവതീ ജ്യേഷ്ഠ ഗംഗാ ഹിമവതസുത താം വൈ ധാരയിതും രാജൻ ഹരസ്തത്ര നിയുജ്യതാം. ഇയം ഹൈമവതി ജ്യേഷ്ഠ ഗംഗ. ഹൈമവതി, ഹൈമവതി എന്ന് വെച്ചാൽ ഹിമവാന്റെ പുത്രി എന്നാണ് അർത്ഥം. ഹൈമാവതി എന്നില്ല, ഹൈമവതി എന്നേ വാക്കുള്ളൂ. ഹിമവത അപത്യം സ്ത്രീ ഹൈമവതി. ആ വാക്ക് ഗംഗയ്ക്കും ഇടാം പാർവതിക്കും ഇടാം. രണ്ടുപേരും ഹിമവത പുത്രി, ഹിമവാന്റെ പുത്രിമാരാണ്. അപ്പോൾ ജ്യേഷ്ഠയായിട്ടുള്ള മൂത്ത മകളാണ് ഗംഗ. ഹിമവത സുത ജ്യേഷ്ഠ ഹൈമവതി ഗംഗ ഇയം. അപ്പോൾ കൂടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കാണിക്കാൻ തക്കവണ്ണം അവിടെ ഉള്ള പോലെയാണ് പറയണത്. ഇയം എന്ന് പറഞ്ഞാൽ തൊട്ട് കാണിക്കുക, അടുത്ത് ഉള്ള ഒരാളെ ചൂണ്ടി കാണിക്കുമ്പോഴൊക്കെയാണ് ഇയം എന്ന് പറയണത്. അപ്പോൾ ബ്രഹ്മദേവന്റെ കൂടെ ഗംഗയും ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം. ദേവന്മാരെയൊക്കെ കൂട്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞുല്ലോ. അങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയാണ്, ഇയം ഇവൾ ഹൈമവതി ഹിമവാന്റെ പുത്രിയായിട്ടുള്ള ജ്യേഷ്ഠ ഹിമവതസുത ഗംഗ, ഹിമവാന്റെ മൂത്ത മകളായിട്ടുള്ള ഗംഗയാണിവൾ. താം വൈ ധാരയിതും, അവൾ നദീരൂപത്തിൽ പ്രവഹിക്കുമ്പോൾ ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ അവളെ ധരിക്കുവാൻ, അല്ലയോ മഹാരാജാവേ ഭഗീരഥ, ഹരഹ തത്ര നിയുജ്യതാം, ഹരനെ തന്നെ നിയോഗിക്കണം. ഹരൻ ശ്രീപരമേശ്വരൻ, ശ്രീപരമേശ്വരനെ തന്നെ ഈ ഗംഗാദേവിയെ ധരിക്കാനായിട്ട് ഇവിടെ നിയോഗിക്കണം. അതെന്തുകൊണ്ടാണ് ശ്രീപരമേശ്വരൻ തന്നെ വേണമെന്ന് പറഞ്ഞത്? അതാണ് 24-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഗംഗായാ പതനം രാജൻ പൃഥ്വീ ന സഹിഷ്യത്തെ താം വൈ ധാരയിതും രാജൻ നാന്യം പശ്യാമി ശൂലിന. അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ, അല്ലയോ രാജൻ, അല്ലയോ ഭഗീരഥ മഹാരാജാവേ, ഗംഗായാഹ പതനം, ഗംഗയുടെ വരവ്, പൃഥ്വീ ന സഹിഷ്യത്തെ, ഭൂമി ദേവിക്ക് സഹിക്കാൻ പറ്റില്ല, താങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് ഉയരത്തുനിന്ന് സ്വർഗലോകത്തു നിന്നാണ് ഭൂമിയിലേക്ക് വന്ന് വീഴണത്. അങ്ങനെ വന്ന് വീഴുമ്പോൾ ഭൂമിക്ക് അതിനുള്ള ശക്തിയില്ല. അത്ര ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് വീഴുമ്പോൾ ഭൂമി മുഴുവനും നശിച്ചു പോകും. ആ ഗംഗയെ താങ്ങി നിർത്താൻ കഴിവുള്ള ഒരേ ഒരാൾ ശ്രീപരമേശ്വരൻ മാത്രമേ ഉള്ളൂ. ഭഗവാനോട് അത് ആവശ്യപ്പെടണം. അതാണ് പറയണത്. താം വൈ ധാരയിതും രാജൻ, ആ ഗംഗാനദി, ഒഴുകി വരുന്ന ഗംഗാനദിയെ ധരിക്കുവാൻ ശൂലിന അന്യം ന പശ്യാമി, ശൂലി അല്ലാതെ, ശൂലമസ്യാസ്തീതി ശൂലി, തൃശൂലം പിടിച്ചിട്ടുള്ള ഭഗവാൻ മഹാദേവൻ, അദ്ദേഹമല്ലാതെ, ഭഗവാനല്ലാതെ വേറെ ഒരാളെ പോലും എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല ഗംഗാദേവിയെ ധരിക്കാൻ കഴിവുള്ള ഒരു ദേവൻ. അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്നുകൂടി ബ്രഹ്മദേവൻ ഭഗീരഥനെ ഓർമ്മിപ്പിക്കുകയാണ്.
എന്നിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷാവുകയാണ്. 25-ാമത്തെ ശ്ലോകം നോക്കാം. തമേവ മുക്ത്വാ രാജാനം ഗംഗാം ചാഭാഷ്യലോകകൃത് ജഗാമത്രിദിവം ദേവൈഃ സർവൈഃ സഹ മരുദ്ഗണൈഃ. തമേവം ഉക്ത്വാ രാജാനം, തം രാജാനം ഭഗീരഥം ഏവം ഉക്ത്വാ, ഇപ്രകാരം രാജാവായിട്ടുള്ള ഭഗീരഥനോട് അറിയിച്ചിട്ട്, മാത്രമല്ല ഗംഗാം ച ആഭാഷ്യ, ഗംഗാനദിയോടും സ്ത്രീരൂപത്തിൽ അല്ലെങ്കിൽ മനുഷ്യരൂപത്തിലൊക്കെ നിൽക്കുന്ന ഗംഗ, നദിയായിട്ടില്ല, നദിയുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് എത്തിയിട്ടില്ല, അങ്ങനെയുള്ള ഗംഗയോടും പറഞ്ഞു കൊടുത്തിട്ട്, അതായത് ഭഗീരഥന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് ഓർമ്മിപ്പിച്ചിട്ട്, ബ്രഹ്മാവ് ലോകകൃത്, ലോകത്തെ സൃഷ്ടിക്കുന്നവനായ ആ ഭഗവാൻ ബ്രഹ്മദേവൻ എന്തു ചെയ്തു? ജഗാമ ത്രിദിവം, സ്വർഗലോകത്തേക്ക് അല്ലെങ്കിൽ ബ്രഹ്മലോകത്തേക്ക് പോയി. ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ? ദേവൈഹി സർവൈഹി സഹ മരുദ്ഗണൈഹി, ദേവന്മാരോടും സർവൈഹി മരുദ്ഗണൈഹി സഹ, എല്ലാ മരുദ്ഗണങ്ങളോടും കൂടിയിട്ട് ഒരുമിച്ച് സ്വർഗലോകത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പം ഗംഗയെ ഒന്ന് ഓർമ്മിപ്പിച്ചു. വരത്തിനൊത്ത് ഞാൻ വരം കൊടുത്തിട്ടുണ്ട്, ഗംഗ ഭൂമിയിലേക്കും പാതാള ലോകത്തിലേക്കും വരും, സകരപുത്രന്മാർക്ക് മോക്ഷം കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ വരമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിനനുകൂലമായിട്ട് വർത്തിക്കണം എന്ന് ഗംഗാദേവിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭഗീരഥന് അനുഗ്രഹമൊക്കെ കൊടുത്തുകൊണ്ട് ബ്രഹ്മാവ് ദേവന്മാരോടും മരുദ്ഗണങ്ങളോടും കൂടിയിട്ട് സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സർഗം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ദേവയാചേഹ സന്തത്യൈനാവസീദേത് കുലം ച നഃ ഇക്ഷ്വാകൂണാം കുലേ ദേവ ഏഷമേസ്തു വരഃ പരഃ. ഉക്തവാക്യം തു രാജാനം സർവലോകപിതാമഹ പ്രത്യുവാച ശുഭാം വാണീം മധുരാം മധുരാക്ഷരാം. മനോരഥോ മഹാനേഷ ഭഗീരഥ മഹാരഥ ഏവം ഭവതു ഭദ്രം തേ ഇക്ഷ്വാകുകുലവർദ്ധന. ഇയം ഹൈമവതീ ജ്യേഷ്ഠാ ഗംഗാ ഹിമവതഃ സുതാ താം വൈ ധാരയിതും രാജൻ ഹരസ്തത്ര നിയുജ്യതാം. ഗംഗായാഃ പതനം രാജൻ പൃഥിവീ ന സഹിഷ്യത്തെ താം വൈ ധാരയിതും രാജൻ നാന്യം പശ്യാമി ശൂലിന. തമേവ മുക്ത്വാ രാജാനം ഗംഗാം ചാഭാഷ്യലോകകൃത് ജഗാമത്രിദിവം ദേവൈഃ സർവൈഃ സഹ മരുദ്ഗണൈഃ. ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.